ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് വേണ്ടി ആൾമാറാട്ടം നടത്തി അവനെ പോയി കണ്ടു എന്നൊരു തെറ്റ് മാത്രമേ സ്നേഹ ചെയ്തിട്ടുള്ളൂ. എന്നെ ശിക്ഷിച്ചോളൂ. മിണ്ടി പോരുത്. നീ ഇവളെ രക്ഷിക്കാനും നോക്കണ്ട. ധനുഷ് പറയുന്ന മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ. ഇവളുടെ കാര്യത്തിൽ ഇടപെട്ട് നീ എന്തിനാ വെറുതെ ശിക്ഷ വാങ്ങിക്കുന്നേ? സത്യത്തില് സ്നേഹം ഇവിടുന്ന് ഇറക്കി വിടുക വേണ്ടത്. ഇറക്കി വിടേണ്ടത് എന്നെയാ. ഞാൻ എല്ലാം പറയാം. സത്യം പറയടി. പറഞ്ഞില്ലെങ്കിൽ ഒറ്റ വീക്ക് വെച്ചിരുന്ന പറയടി. നിനക്ക് പ്രേമമില്ലേ? ചെറുതായിട്ട്. എടി, അന്ന് അവൻ ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ രണ്ടുപേരെയും കണ്ടു. പക്ഷെ നമ്മളിൽ ആരാണ് അനഘയെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഈ പ്രേമിക്കാൻ വരുന്നവരെയൊക്കെ ഒന്നും അങ്ങനെ എളുപ്പത്തിൽ കയറി വിശ്വസിക്കാൻ പറ്റില്ല. അവന്മാരൊക്കെ ആരാ, എന്താ ഉദ്ദേശം? നമ്മൾ ചതിക്കാനാണോ അതോ യഥാർത്ഥത്തിൽ നമ്മളോട് സ്നേഹം തോന്നിയിട്ടാണോ? ഇതൊക്കെ അറിയാതെ കയറി ചെന്ന് ഇവന്മാർക്ക് തലവെച്ച് കൊടുത്താലുണ്ടല്ലോ, അവസാനം നമ്മൾ തീഞ്ഞൊട്ടിപ്പോവും. അതുകൊണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് മതി അവനെ കയറി പ്രേമിക്കുന്നത്. അതിപ്പോ അറിയാൻ എന്താ മാർഗം? ഒരു മാർഗമുണ്ട്. നമുക്കൊരു ഗെയിം കളിക്കാം. എന്ത് ഗെയിം? എടി, നിന്നെ അവൻ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നീയാണെന്ന് പറഞ്ഞ് ഞാൻ അവന് മുമ്പിൽ ചെല്ലുന്നു, അവനോട് സംസാരിക്കുന്നു. അത് വേണോ? വേണം. ഇതാ സംഭവിച്ചത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇവളീ പറഞ്ഞാലും സത്യമാണോ? മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. ഇവക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു? ഇതിനുള്ള ശിക്ഷ ഇവൾക്ക് കൊടുത്തേ പറ്റൂ. അവന്തികേട്ടത്തെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും നിന്നെ ഞങ്ങൾ ഇവിടെ നിർത്തിയത് നീ ഒരു പാവാണെന്ന് വിചാരിച്ചിട്ടാ. നീയാ ഈ കുടുംബത്തിൽ ഇപ്പൊ നാണക്കേടുണ്ടാക്കിയത്. ഞങ്ങൾ നിനക്ക് തന്ന സ്നേഹത്തിന് നീ ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ. നീ കാരണം ഇപ്പോ ധനുഷിന്റെ സ്നേഹയുടെ ജീവിതം തകർന്നു പോയനെ. അതെ, നിന്റെ പ്രേമവും മണ്ണാക്കട്ടെ ഇനി ഇവിടെ നടക്കില്ല. ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല. അർച്ചനടുത്ത് എന്ത് പറയുന്നു? ഇവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കേണ്ടേ? ഇവളെ ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കരുതെന്നാ എന്റെ തീരുമാനം.